അനന്തപുരിയിലേക്കുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിയിക്കവളയിലേക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തുന്നു. അദ്ദേഹമാണ് ഔദ്യോഗികമായി ഈ ഘോഷയാത്ര കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുക. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പത്മനാഭപുര കൊട്ടാരത്തിൽ നിന്ന് ആരംഭിച്ച നവരാത്രി ഘോഷയാത്ര അതിൻ്റെ 3-ാം ദിവസം കേരള തമിഴ്നാട് അതിർത്തിയിൽ എത്തി നിൽക്കുകയാണ്. കളിയിക്കവളയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗവർണർ ഈ ഘോഷയാത്രയെ സ്വീകരിക്കും. തമിഴ്നാട് പോലീസ് കൂടി അകമ്പടി സേവിച്ചാണ് ഇനി അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക് തിരുവനന്തപുരത്തേക്ക് ഈ ഘോഷയാത്ര എത്തുക. 2-ാം ദിനമായ ഇന്നലെ രാത്രി കൊഴുത്തറ ക്ഷേത്രത്തിലായിരുന്നു ഈ ഘോഷയാത്ര തങ്ങിയത്. അതിനുശേഷം ഇന്ന് രാവിലെ യാത്ര പുനരാരംഭിച്ച് കളിയിക്കവളയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ഓരോ ഇടത്തും കേരള തമിഴ്നാട് പോലീസ് ഈ ഘോഷയാത്രയെ വരവേൽക്കുന്നത്. നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ആചാരം, ആ ആചാര പെരുമയിൽ തന്നെയാണ് ഇപ്പോഴും നവരാത്രി ഘോഷയാത്ര ഓരോ ഇടത്തും സ്വീകരിക്കുന്നതും അതേ തുടർന്ന് യാത്ര പുരോഗമിക്കുന്നതുമൊക്കെ. ഒരുപക്ഷെ 1800-കളിലൊക്കെ നമ്മൾ ഈ പാരമ്പര്യത്തിൻ്റെ വേരുകൾ തേടിപ്പോകണം. മഹാരാജാവായി തുടങ്ങി വെച്ച ഈ ഘോഷയാത്ര അത് ഇപ്പോഴും തനിമ ഒട്ടും ചോരാതെ, പാരമ്പര്യം ഒട്ടും ചോരാതെ നടത്തുകയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്രശാന്തിലേക്ക് എത്താം. പ്രശാന്ത്, ചടങ്ങുകൾ ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, കളിയിക്കവളയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിഗ്രഹ ഘോഷയാത്രകളും എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനത്തിരക്കും ജനസഞ്ചയവും ഭക്തജനങ്ങളുടെ ഒരു തിരക്കെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അതോടൊപ്പം കേരള തമിഴ്നാട് സംസ്ഥാന പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള പരിപാടികളുണ്ടാകും. അതോടൊപ്പം തന്നെ വിഗ്രഹ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വലിയ ജനത്തിരക്ക് നമുക്ക് കളിയിക്കവളയിൽ കാണാം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹ ഘോഷയാത്ര തുടങ്ങുന്നത്. നവരാത്രിയോട് അനുബന്ധിച്ചുള്ള വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കുന്നത്. തക്കലിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോൾ കേരള തമിഴ്നാട് ബോർഡറിൽ അതിർത്തി പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്, കളിയിക്കവളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണമാണ് ഇനി നടക്കുക. ഔദ്യോഗികമായ സ്വീകരണം നടത്തുന്നത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അല്പസമയത്തിനുള്ളിൽ ഈ ഘോഷയാത്ര എത്തുമ്പോൾ അതിനെ ഔദ്യോഗികമായി സ്വീകരിക്കുകയും അതിനുശേഷം അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. വിവിധ കലാരൂപങ്ങളടക്കം ഈ യാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഒട്ടേറെ ഭക്തജനങ്ങൾ ഈ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ആ മുഹൂർത്തത്തിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം, ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഘോഷയാത്രകൾ ഓരോന്നും. ആ ഘോഷയാത്രയ്ക്ക് മുമ്പുള്ള വിഗ്രഹ ഘോഷയാത്രയ്ക്ക് മുമ്പ് അകമ്പടി സേവിക്കുന്ന ഓരോ യാത്രകളും, ഓരോ വിഗ്രഹങ്ങളടക്കമുള്ളവ, ഓരോ ഈ ഘോഷയാത്രകളടക്കം കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ വിഗ്രഹ ഘോഷയാത്ര ഈ കളിയിക്കവളയിലേക്ക് എത്തും. പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു മണ്ഡപം, പന്തലുണ്ട്. അവിടെയാണ് ചടങ്ങുകൾ നടക്കുക. ഗവർണർ അടക്കമുള്ളവർ ഇവിടേക്ക് വരികയും ഇപ്പോൾ ഈ വിഗ്രഹ ഘോഷയാത്ര എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും വിഗ്രഹ ഘോഷയാത്രയെ കാത്ത ആയിരക്കണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. അതിനൊപ്പം തന്നെ തട്ടവും താലവും പൂജിക്കുവാൻ വിളക്ക് കത്തിക്കുമെല്ലാം ഈ യാത്രയെ വരവേൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ചടങ്ങുകൾക്ക്. അതോടുകൂടി കേരളത്തിൻ്റെ മണ്ണിലേക്ക്, അനന്തപത്മനാഭൻ്റെ മണ്ണിലേക്ക്, എല്ലാം അനന്തപത്മനാഭൻ്റെ മണ്ണ് തന്നെയാണ്, കേരളത്തിൻ്റെ മണ്ണിലേക്ക് യാത്ര പ്രവേശിക്കും. ഇന്ന് ഈ ചടങ്ങുകൾക്ക് ശേഷം ഈ കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്പസമയം വിശ്രമമുണ്ടാകും. വിശ്രമത്തിന് ശേഷമായിരിക്കും തുടർന്നുള്ള യാത്ര ഉണ്ടാകുക. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കും നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ഘോഷയാത്രയെ ഒന്ന് കാണുവാൻ, അമ്മയെ കാണുവാൻ, തേവാരക്കെട്ട് സരസ്വതി ദേവിയെ കാണുവാൻ, പൊന്നൂറ്റി നങ്കയെ കാണുവാൻ, വേളിമല കുമാരസ്വാമിയെ കാണുവാൻ, ഇവരുടെ അനുഗ്രഹം വാങ്ങുവാൻ കാത്തു നിൽക്കുന്നത്. പുഷ്പവൃഷ്ടിയോടുകൂടി തന്നെ ഓരോ അനുബന്ധ ഘോഷയാത്രകളും കടന്നു വരികയാണ്. രാജവീതികളിലൂടെ കടന്നു വരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ
ഒരു മുഹൂർത്തം. ഒരു യാത്ര കഴിഞ്ഞ ദിവസമാണ് തുടങ്ങുന്നത്. ആ യാത്ര തമിഴ്നാട്ടിൽ നിന്നും തക്കലയിൽ നിന്നും പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര, ആ യാത്ര കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്കായി മാറുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നിരവധി ഭക്തജനങ്ങളാണ് യാത്രയെ വരവേൽപ്പിച്ചുകൊണ്ട് ഈ രാജവീതിയുടെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. കുമാരസ്വാമിയെയും മുന്നൂറ്റി നങ്കയെയും തേവാരക്കെട്ട സരസ്വതിയും എല്ലാം കാണാൻ കാത്തു നിൽക്കുന്നത്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തനിമ വിളിച്ചൊതുന്ന തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക വരുന്നത്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആ ഒരു സാംസ്കാരിക പാരമ്പര്യം കൂടി യാണ് ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു നോക്ക് കാണുക. എല്ലാ വർഷവും ഈ യാത്ര കടന്നു വരുമ്പോൾ നിരവധി അമ്മമാരും ആബാലവൃദ്ധം ജനങ്ങൾ, കുട്ടികളും അടക്കമുള്ള ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടേക്ക് എത്തും, ഒഴുകിയെത്തി ഈ അമ്മയുടെ പുറത്തെഴുന്നള്ളത്ത് ഓരോ വർഷവും നടക്കുന്ന, ഒരു വർഷത്തിൽ മാത്രം നടക്കുന്ന അമ്മയുടെ പുറത്തെഴുന്നള്ളത്ത് കാണുവാൻ, കുമാരസ്വാമിയെ കാണുവാൻ, മുന്നൂറ്റി നങ്കയെ കാണുവാൻ, മലയാളികൾ കുണ്ടണി നങ്കയെന്നും പറയും, കുണ്ടണി നങ്കയെ കാണുവാനായി നിരവധി ഭക്തജനങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഒഴുകിയെത്തിയിരിക്കുന്നത്. അതും നമുക്ക് കാണാൻ, ഭക്തജന തിരക്കം കാണാൻ കഴിയും. ഓരോ മനുഷ്യരുടെയും ഒരു ജന്മത്തിൻ്റെ സാഫല്യമാണ്, ഒരു വർഷത്തിൻ്റെ നോമ്പ്, ആ നോമ്പിൻ്റെ സാഫല്യം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വ്രതം നോറ്റ് നിൽക്കുന്ന മനുഷ്യരുണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ താലത്തിൽ പല്ലക്കിൽ ഈ വിഗ്രഹം ചുമക്കുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. ആ തോളിൽ ചുമന്നുകൊണ്ടാണ് അവർ ഈ വിഗ്രഹം ചുമന്നുകൊണ്ട് ഇത്രയും ദൂരം നഗ്നപാത്രമായിട്ട് സഞ്ചരിക്കുന്നത്. നല്ല കടുത്ത വെയിലിനെയും മഴയെയും എല്ലാം അവഗണിച്ചുകൊണ്ടാണ് അവർ വിഗ്രഹം തോളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ തോളിൽ ചുമന്ന് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരം പോലും അവർക്ക് അറിയില്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി യാത്ര കുഴിത്തറയിൽ അവസാനിക്കും. പുലർച്ചെ 2 മണിയോട് കൂടിയാണ് യാത്ര അവസാനിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് കൃത്യം നിശ്ചയിച്ച കണക്ക് തന്നെ 8 മണിക്ക് യാത്ര ആരംഭിക്കുകയും ചെയ്തു. തങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകളടക്കം മറന്നുകൊണ്ട്, ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ മറന്നുകൊണ്ട്, തങ്ങളുടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും കഷ്ടങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടി, അമ്മയുടെ തിടം പറ്റുന്നതിന് വേണ്ടി, അമ്മയുടെ തിടമ്പ് ചുമന്നുകൊണ്ട് നടക്കുന്നതിന് വേണ്ടി അവർ എല്ലാ സമയവും സജ്ജരായി നിൽക്കുന്ന, അങ്ങനെ ഒരു വലിയ മനുഷ്യർ ഇതിൻ്റെ പേരിൽ ഒരു വലിയ കാണാൻ കഴിയും. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമുള്ളൊരു സമർപ്പണം ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളൊരു ഒരു മുഹൂർത്തം കൂടിയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. മുന്നൂറ്റി നങ്കയുടെയും തേവാരക്കെട്ട സരസ്വതിയുടെയും എഴുന്നള്ളത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ കൊണ്ടതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൂരെ തേവാരക്കെട്ട സരസ്വതി ഗജവീരന് മുകളിൽ തിടംപേറ്റി എഴുന്നള്ളി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ ഭക്തജന വരവേൽക്കുന്നത് കളിക്കാവിളയിൽ കഴിഞ്ഞ് തുടർന്ന് വന്ന കളിക്കാവിളയിൽ എത്തുന്നതിന് മുമ്പും അതിനുശേഷവും പടുക്കം നിറച്ചുകൊണ്ട് വിളക്ക് തെളിയിച്ചുകൊണ്ട് നിരവധി പേരാണ് ഓരോ സ്ഥലത്തും ഈ രഥയാത്ര നിൽക്കുന്നത്. ഘോഷയാത്രയ്ക്ക് തട്ടസമർപ്പണം നൽകുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് പുഷ്പമാല സമർപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ ശാരീരിക മാനസികമായിട്ടുള്ള മനസ്സമർപ്പണങ്ങൾ അടക്കം നൽകാനായി നിരവധി പേരാണ് ഇവിടേക്ക്. ശ്രീ പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ആചാരപെരുമ അതിൻ്റെ പ്രൗഢഗംഭീരമായ ചടങ്ങുകളിലൂടെ നവരാത്രി ഘോഷയാത്ര അത് തമിഴ്നാട് കേരള അതിർത്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഔദ്യോഗികമായി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രസംഗിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഇത് ഏറ്റുവാങ്ങും. അതിനുശേഷം ഘോഷയാത്ര കേരള മണ്ണിലേക്ക് പ്രവേശിക്കും. ഇന്ന് രാത്രി നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് വിശ്രമം. അതിനുശേഷം നാളെ യാത്ര തുടങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തും. ഘോഷയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളിയിക്കവളിൽ നിന്നുള്ള തത്സമയ ദൃശ്യം. കേരള തമിഴ്നാട് അതിർത്തിയാണ്. നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി ഈ ദൃശ്യങ്ങളൊക്കെ നേരിട്ട് വീക്ഷിക്കാൻ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഘോഷയാത്ര സഞ്ചരിക്കുന്ന എല്ലായിടങ്ങളിലും ഭക്തർ അവരുടെ ഗൃഹങ്ങൾക്ക് മുൻപിലായും ദേശീയപാത വഴിയാണ് ഈ ഘോഷയാത്രയുടെ യാത്ര. ഇരുവശങ്ങളും റോഡിന് ഇരുവശവും താലമേന്തി പൂജ വെച്ച് ഈ യാത്രയെ സ്വീകരിക്കാൻ സാധാരണ ഭക്തരും ഒക്കെ എല്ലാവരും ഇപ്പോൾ തയ്യാറാണ്. ആ യാത്രകൾ, ആ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയാണ് തമിഴ്നാട് മണ്ണിൽ നിന്നും കേരള മണ്ണിലേക്ക് എത്തുന്നതും ഈ യാത്ര.
സരസ്വതി ദേവി, കുമാരസ്വാമി, ശുചീന്ദ്രം ദേവി അഥവാ മുന്നൂറ്റിനങ്ങ എന്നിവരുടെ നവരാത്രി വിഗ്രഹങ്ങളാണ് ഇങ്ങനെ എഴുന്നള്ളി അനന്തപുരിയിലേക്ക്, തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അത് നാളെ ഇവിടേക്ക് എത്തുന്ന യാത്ര, അതിനുശേഷം നവരാത്രി വ്രതവും ആരംഭിക്കും. ആ 9 ദിവസങ്ങളിൽ തലസ്ഥാനത്താണ് ഈ 3 വിഗ്രഹങ്ങളും ഇരിക്കുക. ഭക്തർക്ക് നേരിട്ട് അനുഗ്രഹം ചൊരിയുക.